മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കോഴിക്കോട് നരിപ്പറ്റയിലെ അതിക്രമത്തിൽ പ്രതികളായ CPM ഗുണ്ടകളെ പിടികൂടാതെ പോലീസ്. ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് നേരെയായിരുന്നു ആക്രമണം. മർദ്ദിച്ച ഒരാൾ കാപ്പ കേസിലെ പ്രതി കൂടിയാണ്. സുബി, സിദ്ധാർത്ഥ്, ബിനീഷ് ടി തയ്യൽ, ആദർശ് തുടങ്ങിയ കണ്ടാലറിയാവുന്ന 8 പേരാണ് ശ്രീകൃഷ്ണ ജയന്തിക്കിടയിൽ അതിക്രമം നടത്തിയത്. ഇരുമ്പുവടി പോലെയുള്ള മാരക ആയുധം ഉപയോഗിച്ചായിരുന്നു ആക്രമണം. കീർത്തനയ്ക്ക് മുഖത്തും തലയ്ക്കു പിറകിലുമാണ് പരിക്കേറ്റത്. കുറ്റ്യാടി പോലീസാണ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നത്. രാമന്റെ പാട്ടിന് ഡാൻസ് കളിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു മർദ്ദനമെന്ന് കീർത്തന ജനം TVയോട് പറഞ്ഞു. കുഞ്ഞുകുട്ടികൾ ഉണ്ടെന്ന് പോലും നോക്കാതെയായിരുന്നു അതിക്രമമെന്നും കീർത്തന വ്യക്തമാക്കുന്നു. ആദ്യം ആ പ്രതികരണം കേൾക്കാം. രണ്ടുപേരെ എന്റെ മുടി പിടിച്ച് വലിച്ച് എന്റെ ഇടത്ത് ചെവി കൂട്ടിയിട്ട് എന്തോ ഒരു ആയുധം കൊണ്ടടിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവിടെ നിന്ന് അസഭ്യ വാക്കുകൾ പറയുകയും ചെയ്തു. ഒരുപാട് ആൾക്കാരും ചെറിയ കുട്ടികൾ, ശ്രീകൃഷ്ണ വേഷം കെട്ടിയ ഒരുപാട് ചെറിയ മക്കളും ഉണ്ടായിരുന്നു. അടി അവര് ഒക്കെ സൈഡിലേക്ക് മാറി നിന്നപ്പോ ഭർത്താവിന്റെ ഏട്ടനെ അടിക്കുന്ന കണ്ടപ്പോ പേടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഓടിപ്പോയതാണ്. ഇടത് ചെവിക്ക് വേദനയുണ്ട്. അപ്പൊ തന്നെ കാണിച്ച് അവര് മെഡിക്കൽ കോളേജിലേക്ക് ENTക്ക് കാണിക്കാൻ റെഫർ ചെയ്തിട്ടുണ്ട്. പേടിച്ചു പോയി, എല്ലാവരും പേടിച്ചു പോയി. പെട്ടെന്നുള്ളൊരു പ്രശ്നമല്ലേ. അനഘ ഹർഷൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. അനഘ, ഈ മാസം 20-ാം തീയതി പമ്പയിൽ ഇക്കൂട്ടരാണ് അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ പോകുന്നത്. ഇവരാണ് നമ്മുടെ നാട്ടിൽ ഒരിടയ്ക്ക് ശ്രീകൃഷ്ണ ജയന്തിയുമായി രംഗത്തെത്തിയത്. ഇവരാണ് ഗണേശ നിമഞ്ജന ഘോഷയാത്ര, അതും ചുവപ്പ് കൊടികളൊക്കെ ആയിട്ട് ചെഗുവേരയുടെ ടീഷർട്ടൊക്കെ ഇട്ട് ഗണേശ നിമഞ്ജന ഘോഷയാത്ര നടത്തുന്നത്. ഈ കൂട്ടരുടെ തനി നിറമാണല്ലോ ഇന്നലെ വൈകിട്ട് കോഴിക്കോട് നമ്മൾ കണ്ടത്. പറയൂ അനഘ. ഗൗതം, എത്രയൊക്കെ മറച്ചു വെച്ചാലും CPMന്റെ യഥാർത്ഥ മുഖം അതിങ്ങനെയാണ് എന്ന് തെളിവാക്കുന്നതാണ് ഇന്നലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിനിടെ കോഴിക്കോട് കുറ്റ്യാടി നരിപ്പറ്റയിൽ നടന്ന സംഭവം. അതായത് ഇന്നലെ അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, കേരളം മുഴുവൻ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. അതായത് ഈ ശ്രീരാമന്റെ പാട്ട് വെക്കുന്നു എന്ന് ചോദിച്ചായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഈ കുറ്റ്യാടി സ്വദേശി കൂടിയായിട്ടുള്ള യുവതിയായിട്ടുള്ള കീർത്തനയെ മർദ്ദിച്ചത്. ശ്രീരാമന്റെ പാട്ട് വെച്ച് ആ പാട്ടിനൊത്ത് നൃത്തം ചെയ്യുന്നു എന്ന് ചോദിച്ചാണ് തന്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് കരണത്തടിച്ചത് എന്നാണ് കീർത്തന ജനം TVയോട് പറഞ്ഞത്. അതായത് എന്തിനാണ് ഇവർ ശ്രീകൃഷ്ണ ജയന്തിക്ക് ശ്രീരാമന്റെ പാട്ട്, എന്ത് പാട്ട് വെക്കണം എന്നത് ആ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരാണ് തീരുമാനിക്കുക. അതെന്തിനാണ് CPM അടക്കമുള്ള സംഘടനകൾ ഇതിലിടപെടുന്നത്, അവർക്ക് എന്ത് അവകാശമാണ് ഉള്ളത് എന്നൊരു ചോദ്യവും ഉയരുകയാണ്. ആ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് നിശ്ചല ദൃശ്യം വഹിച്ചു പോകുന്ന വാഹനത്തിന് നേരെ അക്രമമുണ്ടായി. ശ്രീകൃഷ്ണ വേഷത്തിലെത്തിയ 1ഉം 2ഉം വയസ്സുള്ള കുഞ്ഞു കുട്ടികൾ പോലും ഭയപ്പെടുന്ന സാഹചര്യമാണ് ഇന്നലെ അവിടെ ഉണ്ടായത്. ഈ രീതിയിൽ മർദ്ദനത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഒടുവിൽ കൃത്യമായി മർദ്ദനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ദൃശ്യങ്ങൾ പോലും പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആരൊക്കെയാണ് ഈ അക്രമം അഴിച്ചുവിട്ട CPM ഗുണ്ടകളെ കൃത്യമായി തന്നെ പരിക്കേറ്റവർ പോലീസിന്, കുറ്റ്യാടി പോലീസിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ മർദ്ദിച്ചവരിൽ ഒരാൾ കാപ്പ കേസിലെ പ്രതിയാണ്. മറ്റൊന്ന്, ഇന്നലെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ ഈ കുറ്റ്യാടി പോലീസ് ഈ അവിടെ ഉണ്ടായിരുന്ന BJP അല്ലെങ്കിൽ പരിപാടി നടത്തിയ ബാലഗോകുലത്തിന്റെ പ്രവർത്തകർക്ക് നേരെയായിരുന്നു ആദ്യഘട്ടം നടപടിയെടുക്കാനായി ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടായത്. പിന്നീട് കാര്യം പറഞ്ഞ് വ്യക്തമായതിനെ തുടർന്ന് മാത്രമാണ് അക്രമകാരികൾക്കെതിരെ ഒരു ചെറുവിരലെങ്കിലും പോലീസ് അനക്കുന്ന രീതിയിലേക്ക് കടന്നത് എന്നതാണ്. ഈ കേസിൽ പ്രധാനമായിട്ടും 8 CPM ഗുണ്ടകളാണ്, 8 CPMന്റെ അക്രമകാരികളാണ് ഉള്ളത്. അതായത് ഈ മർദ്ദിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, മർദ്ദിച്ചതിൽ ഒരാൾ കാപ്പ കേസിലെ പ്രതി ാണ് സിദ്ധാർത്ഥ്, ബിനീഷ്, സുബി, ആദർശ്, അപ്പു എന്ന് വിളിക്കപ്പെടുന്ന ആദർശ്. ഇവരൊക്കെയുള്ള 8 പേരാണ് മർദ്ദിച്ചത് എന്ന് കൃത്യമായി തന്നെ പോലീസിന്റെ മൊഴി ഇന്നലെ തന്നെ കൊടുത്തിരുന്നു. പക്ഷേ ഇന്ന് ഈ നിമിഷം, അതായത് ഒരു രാത്രി പിന്നിട്ടു, ഇന്ന് 10:15 എന്നിട്ട് പോലും ഈ പ്രതികളിൽ ഒരാളെ പോലും കസ്റ്റഡിയിലെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ കുറ്റ്യാടി പോലീസ് തുനിഞ്ഞിട്ടില്ല എന്നതാണ്. ഇത്ര ഗൗരവകരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. സ്ത്രീകൾക്ക് നേരെ പോലും ഒരു അതിക്രമം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു രീതിയിലുള്ള നടപടിയും കുറ്റ്യാടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. വീട്ടിലെത്തി തങ്ങൾ മൊഴിയെടുത്തോളാം എന്നാണ് ഇന്നലെ പോലീസ് കീർത്തനയോട് പറഞ്ഞത്. പക്ഷെ കീർത്തനയുടെ വീട്ടിലും ഇതുവരെ പോലീസ് എത്തിയിട്ടില്ല. കാരണം മറുഭാഗത്തുള്ളത് CPMന്റെ ഗുണ്ടകളാണ്. എല്ലാ കാലത്തും ഇത്തരത്തിൽ മറുഭാഗത്ത് CPM അണികളാകുന്ന സമയത്ത്, പ്രവർത്തകരാകുന്ന സമയത്ത് പോലീസ് എപ്പോഴും അവർക്കൊപ്പം നിൽക്കുന്ന നിലപാടുകൾ സ്വീകരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പിണറായി പോലീസ്